ഹായ് എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ RRBJയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? നമ്മുടെ എഞ്ചിനീയേഴ്സ് എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഏകദേശം 7,900+ വേക്കൻസീസ്, അതായത് 8,000-നോട് അടുപ്പിച്ച വേക്കൻസീസ് ആണ് നമ്മുടെ ഈ RRBJ നോട്ടിഫിക്കേഷനിലൂടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ RRBJ നോട്ടിഫിക്കേഷൻ്റെ കൂടെ CMA എന്ന് പറയുന്ന മറ്റൊരു പോസ്റ്റും കൂടെ വിളിച്ചിട്ടുണ്ട്. അതായത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ്, CMA പോസ്റ്റ്. ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളൊരു എഞ്ചിനീയർ ആയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു BSc ഡിഗ്രി ഫിസിക്സിലോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലോ ഒരു BSc മാത്രമുണ്ടെങ്കിൽ അതിൽ 45% മാർക്കോട് കൂടി നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ CMA എന്ന് പറയുന്ന പോസ്റ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലധികം ഡിസ്കസ് ചെയ്ത് കാണാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ജൂനിയർ എഞ്ചിനീയർ വിത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിനകത്ത് എഞ്ചിനീയേഴ്സിനാണ് വേക്കൻസി കൂടുതൽ അല്ലേ, അവരുടെ പോസ്റ്റുകളാണ് കൂടുതൽ. അപ്പോൾ എപ്പോഴും എഞ്ചിനീയേഴ്സ് മാത്രമാണ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾക്ക് ഈ ഒരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടമാവാൻ പാടില്ല. വളരെ നല്ല പേ സ്കെയിലുള്ള ഒരു ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഗ്രാജുവേറ്റിന് വളരെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ എക്സാം പാറ്റേൺ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കാം. BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഡിഗ്രി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ CMA എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ബാക്കി BSc ഹോൾഡേഴ്സിനൊന്നും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം, BSc ഡിഗ്രി മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസും കൂടെ ഒന്ന് കാണുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ പേ സ്കെയിൽ അതുപോലെ ഏജ് ലിമിറ്റ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കറിയാം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഒരു ജോലിയിൽ വരുമ്പോൾ അതിൻ്റെ സാലറി, അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന അലവൻസസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ പേ സ്കെയിൽ നോക്കുന്ന സമയത്ത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റ് പേ ലെവൽ 6 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 35,400 രൂപയാണ് നമ്മുടെ ബേസിക് സാലറി വരുന്നത്. 35,400 രൂപ പേ ലെവൽ 6-ൽ ബേസിക് സാലറി വരും. പക്ഷേ നമുക്കറിയാം റെയിൽവേയുടെ ഒരു ജോലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാലറിയോടൊപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടും? ഏകദേശം അത്രയും തന്നെ നമുക്ക് അലവൻസസ് ഉണ്ടായിരിക്കും, നമുക്ക് HRA ഉണ്ടായിരിക്കും, DA ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 50,000-നോട് അടുത്ത് ഒരു സാലറി ഈ പോസ്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം 48,000-ൽ അധികം രൂപ, അതായത് 50,000-തോട് അടുത്തുള്ളൊരു സാലറി നിങ്ങൾക്ക് ഈ CMA കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയും നല്ലൊരു സാലറി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു ഡിഗ്രി ഹോൾഡറിന്, അതും BSc മാത്രം മതി, നിങ്ങൾക്ക് MSc പോലും വേണമെന്നില്ല, 45% മാർക്കോട് കൂടി നിങ്ങൾ BSc ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സാലറി ഉള്ളൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ഈ എക്സാമിന് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ജൂനിയർ എഞ്ചിനീയർ ആപ്ലിക്കേഷനിൽ തന്നെ ആ ഒരു ലിങ്കിൽ കൂടെ തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, CMAയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 മുതൽ 36 വയസ്സ് വരെയാണ്. നമുക്കറിയാം സാധാരണ റെയിൽവേ എക്സാംസിന് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൊറോണ ഒക്കെ ആയിരുന്നത് കാരണം അതിനുശേഷം അങ്ങനെ എക്സാംസ് ഒന്നും വിളിക്കാത്തത് കൊണ്ട് നമുക്കൊരു 3 വർഷം ഏജ് റിലാക്സേഷൻ കൂടെ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് ജനറൽ കാറ്റഗറി ആണെങ്കിലാണ്. ഇനി OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം റിലാക്സേഷൻ കിട്ടും അല്ലേ, 3 വർഷം റിലാക്സേഷൻ കിട്ടും. SC ST ആണെങ്കിൽ 5 വർഷം റിലാക്സേഷൻ കിട്ടും. ഈ 36+3 ആണ്, അതായത് 39 വയസ്സ് വരെ OBC ഉള്ള ഒരാൾക്കും, അതുപോലെ തന്നെ 36+5 41 വയസ്സ് വരെ SC ST ഉള്ള ഒരാൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കി എക്സാമുകൾക്ക് ഏജ് ഓവറായി പോയി എന്ന് വിചാരിച്ച്
കുറച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കും ഇതൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രിപ്പയർ ചെയ്യാം. 3-4 മാസത്തിനകത്ത് തന്നെ എക്സാം വരും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാം പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ എക്സാം സിലബസും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ സിലബസിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് CBT1, CBT2 ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് വരുന്നത്, OMR അല്ല. അപ്പോൾ CBT1 ഉണ്ടായിരിക്കും ആദ്യം, അവിടെ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, അത് ക്വാളിഫയിങ് നേച്ചറാണ് കേട്ടോ. CBT1 ക്വാളിഫയിങ് നേച്ചറാണ്. അവിടെ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർ CBT2 അറ്റൻഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും ആൻഡ് അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ CBT1ൻ്റെ പാറ്റേൺ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ CBT1ൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇത് ഈവൻ ദോ ഒരു എഞ്ചിനീയറിംഗ് എക്സാം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിസിക്സ് കെമിസ്ട്രി ആസ്പിരൻറ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം ആണെങ്കിൽ പോലും CBT1 എല്ലാവർക്കും കോമൺ പേപ്പറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് നോളജ് അങ്ങനെ അളക്കുന്നില്ല. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എല്ലാ ഗവൺമെൻറ് എക്സാംസിനും ഉള്ളതുപോലെ തന്നെ ഉള്ളൊരു സിലബസ് ആണ് റെയിൽവേയും CBT1 നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കും. 30 ക്വസ്റ്റ്യൻസ് ആണ്, 30 മാർക്ക്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ച് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് കേട്ടോ. 1/3 മാർക്ക് കട്ടാവും. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്. ജനറൽ അവയർനെസ് 15 ക്വസ്റ്റ്യൻ, 15 മാർക്ക്. ജനറൽ സയൻസ് 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക്. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്. മൊത്തം 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്. ക്വസ്റ്റ്യൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ തന്നിരിക്കുന്നത്. ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ്. 90 മിനിറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ അല്ലേ, 1.5 hours ആണ് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് കിട്ടുന്നത്, ഈ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ SSC എക്സാമുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 1 മണിക്കൂറാണ് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ടൈമും നമുക്ക് കിട്ടുന്നത് കൂടുതലാണ്. 1.5 മണിക്കൂറുണ്ട് നമുക്ക് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റെയിൽവേ എക്സാമിനെ മാറ്റുന്ന മറ്റൊരു കാര്യം ഇവിടെ ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമില്ല. കുറേ ആൾക്കാർക്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തതായിരിക്കും. ഇംഗ്ലീഷിൽ ഗ്രാമറൊക്കെ അത്ര അറിയത്തില്ല, വൊക്കാബ് അത്ര അറിയത്തില്ല. ഇംഗ്ലീഷിലാണ് എനിക്ക് എപ്പോഴും മാർക്ക് പോകുന്നത് എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്നത് CBT2 CBT2 എന്ന് പറയുമ്പം അവിടെയും നമുക്ക് ജനറൽ അവയർനെസ് 15 ക്വസ്റ്റ്യൻ, 15 മാർക്ക്. ഫിസിക്സ് കെമിസ്ട്രി എല്ലാ പോസ്റ്റിൽ എഴുതുന്നവർക്കും ഈ ഫിസിക്സ് കെമിസ്ട്രി 15 ക്വസ്റ്റ്യൻ, 15 മാർക്ക്. പിന്നെ ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വരും, 10 ക്വസ്റ്റ്യൻ, 10 മാർക്ക്. ബേസിക് എൻവിറോൺമെൻറ്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 ക്വസ്റ്റ്യൻ, 10 മാർക്ക്. മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 50 മാർക്ക്. ഈ 50 മാർക്കും എല്ലാവർക്കും കോമൺ ആണ്, എല്ലാവരും എഴുതേണ്ട പേപ്പറാണ് ഈ 50 മാർക്കിനുള്ളത്. അതിനുശേഷം വരുന്ന ടെക്നിക്കൽ എബിലിറ്റീസ് എന്ന് പറയുന്ന 100 മാർക്കിലാണ് നമുക്ക് CMAയുടെ സെപ്പറേറ്റ് പേപ്പർ ഫിസിക്സ് കെമിസ്ട്രി പേപ്പർ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 150 മാർക്ക്. ടൈം എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. അപ്പോൾ 120 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, 150 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ ക്ലിയർ ആയില്ലേ? മൊത്തം 150 ക്വസ്റ്റ്യൻ കാണും, അതിൽ 50 ക്വസ്റ്റ്യൻസ് കോമൺ ആയിരിക്കും എല്ലാവർക്കും. അതിനുശേഷം ഉള്ള 100 ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് എന്നാണ്. ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് പേപ്പേഴ്സ് ആയിരിക്കും, CMA ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി വരുന്ന പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം, അതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. അതിൻ്റെ സിലബസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫിസിക്സ് കെമിസ്ട്രി ഗ്രാജുവേറ്റിന് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസ് ആണ് ഈ 100 ക്വസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കുള്ളത്. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്, ലൈറ്റ്, ഹീറ്റ്, സൗണ്ട്, മെക്കാനിക്സ്, മാഗ്നറ്റിസം, ഇലക്ട്രിസിറ്റി, മോഡേൺ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ മാറ്റർ, കെമിക്കൽ റിയാക്ഷൻ, ആസിഡ്സ് ആൻഡ് ബേസസ്, അറ്റോമിക് സ്ട്രക്ചർ, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻസ്, കെമിക്കൽ ബോണ്ടിങ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, എൻവിറോൺമെൻറ്റൽ കെമിസ്ട്രി, അതുപോലെ തന്നെ മെറ്റലർജി. ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് സ്പെഷ്യൽ പേപ്പറിൽ പഠിക്കാനായിട്ടുള്ളത്. ഒരു ഫിസിക്സ് കെമിസ്ട്രി ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണിതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല.
ഇനി നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പ്രിപ്പറേഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഉറപ്പായിട്ടും നോട്ട് ചെയ്യേണ്ട കാര്യം CBT 1ൻ്റെ കാര്യമാണ്. CBT 1ലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT 1 ഇവൻ ദോ ഇതൊരു ടെക്നിക്കൽ പോസ്റ്റ് ആണെങ്കിൽ പോലും CBT 1ൽ എന്താണ് വന്നേക്കുന്നത്? CBT 1ൽ പ്യുവർലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള അതേ സിലബസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ? നമ്മുടെ SSC RRB പോലെയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും വരുന്ന അതേ സിലബസ്, മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, അതേ സിലബസ് ആണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ ടെക്നിക്കൽ പേപ്പറിൽ എത്ര സൗണ്ട് ആണെങ്കിലും ഈ CBT 1 നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് CBT 2 എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ CBT 1 ക്വാളിഫൈ ചെയ്യാനുള്ള ബേസിക് കോച്ചിങ്, ബേസിക് മാത്തമാറ്റിക്സ്, റീസണിങ് ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അത്യാവശ്യം സ്പീഡും ഉണ്ടെങ്കിൽ SSCയുടെ അത്ര ബുദ്ധിമുട്ടില്ല, അതുപോലെ ഇംഗ്ലീഷും ഇല്ല, അതൊരു ഗോൾഡൻ ചാൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിലബസ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? CBT 2ൽ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ CBT 2ൽ വരുന്ന സമയത്ത് CBT 2ൽ നമുക്ക് ടെക്നിക്കൽ പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ പാർട്ടും കുറച്ച് വരുന്നുണ്ട് അല്ലേ? ഈ ജനറൽ അവയർനെസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, EVS പോലെ വരുന്നുണ്ട്. ഇതിനകത്ത് മാത്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചെറിയ പോർഷൻ, അതായത് ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, EVS, ഇത്രയും ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് 50 മാർക്ക് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്നിക്കൽ പേപ്പറിൽ നിന്ന് 100 മാർക്ക് വരും. ഈ രീതിയിലായിരിക്കും CBT 2 പോകുന്നത്. അപ്പോൾ CBT 1 എന്ന് പറയുന്നത് പ്യുവർലി നിങ്ങൾക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ഇംഗ്ലീഷ് ഇല്ല എന്ന് മാത്രം, പിന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഡിഫറൻസ് ഉണ്ട്. CBT 2 എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് മാത്സ് കുറച്ച് വരുന്നുണ്ട് അല്ലേ? മാത്സ് ഇല്ല. CBT 2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജനറൽ അവയർനെസ് വരുന്നുണ്ട്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി പേപ്പർ എല്ലാവരും എഴുതണം, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, പിന്നെ EVSൻ്റെ ഒരു പേപ്പർ അല്ലേ, പൊല്യൂഷൻ കൺട്രോൾ, എൻവിറോൺമെൻറ്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ടെക്നിക്കൽ പേപ്പേഴ്സും വരുന്നുണ്ട്. അപ്പം ഇതിനും കൂടെ നിങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പല ആൾക്കാർക്കും വരുന്നൊരു പ്രശ്നം, നിങ്ങൾ ടെക്നിക്കലി സൗണ്ട് ആണെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? CBT 1 ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. CBT 1 ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ടെക്നിക്കൽ പേപ്പേഴ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതാണ് കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളും കൂടെ ഒന്ന് അഡ്രസ്സ് ചെയ്യാം. നിങ്ങൾക്കറിയാം നമ്മുടെ ദിശ പുതിയ ലേണിംഗ് ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ പുതിയ ആപ്പിൽ നമ്മൾ RRB JEE കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പെയ്ഡ് കോഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഡെമോ വീഡിയോസും അതിലേക്ക് വന്നിട്ടുണ്ട്, ഇനിയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ കോഴ്സ് നിങ്ങൾക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്രീ ക്ലാസ്സസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി കൺസിഡർ ചെയ്യാം. പേപ്പർ 1നും 2നും, അതായത് ടെക്നിക്കൽ പേപ്പേഴ്സിന് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, അതല്ലാതെ CBT 1ന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് വരുന്ന ഫ്രീ ക്ലാസ്സുകളും ഫ്രീ മെറ്റീരിയൽസും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ JEEക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ നോക്കാം. പ്രൊമോഷൻ എന്ന് വരുമ്പോൾ ഫസ്റ്റ് വരുന്നത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ CMS എന്ന് പറയുന്ന പോസ്റ്റാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് റിസർച്ച് ഓഫീസർ ARO എന്ന് പറയുന്ന പോസ്റ്റ്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചീഫ് കെമിക്കൽ മെറ്റലർജിസ്റ്റ് DCCM എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പം ഇത്രയും പോസ്റ്റുകളാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ വഴി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ വളരെ നല്ല സാലറി സ്കെയിലുള്ള BSc ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. നിങ്ങൾ ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്യുക. ഉറപ്പായിട്ടും ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് കോഴ്സ് ഇപ്പോൾ റണ്ണിങ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എക്സാം വരുന്നുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.